5 സുന്ദരികൾ. ഡിസംബർ 29 തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. എന്താടി? അല്ല, ഞാനേ ജോലിക്ക് പോകുന്നതിനെ കുറിച്ച് മുത്തശ്ശിക്ക് എന്താ അഭിപ്രായം? ജോലിയോ? നിനക്കോ? എന്ത് ജോലിയാ? അത് ശ്രമിക്കണം. കിട്ടിയാ ഞാൻ പോകുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം തന്നെയാ. പെൺകുട്ടികൾക്ക് ജോലി ഉണ്ടാവുന്നത് നല്ലത് തന്നെയല്ലേ? പക്ഷേ ദേ അവന്റെ അഭിപ്രായം കൂടി ചോദിക്കണം, ശരത്തുമോന്റെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യമുണ്ട്. നിത്യ ജോലിക്ക് പോകുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാനാ തീരുമാനിക്കുന്നേ, അല്ലാതെ ശരത്തേട്ടനൊന്നും അല്ല. നിത്യേ, മുത്തശ്ശി ഒന്ന് ചുമ്മാതിരുന്നേ. കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും തുടങ്ങി ഭരണം. അതെ, ഞാൻ ജോലിക്ക് പോയ ശരത്തേട്ടൻ എന്താ? എടി, കല്യാണമാ വരാൻ പോന്നേ. ആരുടെ കല്യാണം? അതിനിപ്പോ ഞാൻ സമ്മതിച്ചിട്ടില്ലല്ലോ. അച്ഛന്റെ അസുഖം ഭേദമാവാതെ ഒന്നിനും ഞാനില്ല. അച്ഛന്റെ അസുഖം ഭേദമായില്ലെങ്കിലോ? അപ്പൊ നീ കല്യാണം കഴിക്കില്ലേ? അതപ്പൊ നോക്കാം. ശരിയാവുന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. ഞാൻ ഡോക്ടർ പറയുന്നത് വിശ്വസിക്കത്തുള്ളൂ. അഹങ്കാരം നിനക്ക്. അങ്ങനെയെങ്കിൽ അങ്ങനെ. കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണ് അടിമയാണെന്ന് വിശ്വസിക്കുന്ന ആണുങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതിൽ പെടും ശരത്തേട്ടനും. അത് വകവെച്ച് തരാൻ വേറെ വല്ല ആളെ നോക്കിയാ മതി. ജോലിക്ക് പോണെന്ന് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിലേ ഞാൻ പോയിരിക്കും. അത് തടയാൻ ശരത്തേട്ടനല്ല ആര് ശ്രമിച്ചാലും നടക്കില്ല. മനസ്സിലായില്ലേ മുത്തശ്ശിക്ക് ഇതിന്റെ പിന്നിൽ ആരാന്ന്? ദേവിക. ഇവളിങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് സ്വപ്നത്തെ പോലും ഞാൻ വിചാരിച്ചില്ല. പഴയ ബഹുമാനമൊക്കെ എവിടെ പോയി? എനിക്കറിയാം മുത്തശ്ശി, ദേവിക ഇതിന്റെ പിന്നിൽ. ഈ വീട് തകരണം, അതാ ദേവികയുടെ ലക്ഷ്യം. ഇനിയും വൈകിയ എല്ലാം കൈവിട്ടു. അത് വേണമെന്ന് നല്ലോണം ചിന്തിക്ക്, എന്നിട്ടൊരു തീരുമാനം എടുക്കും. മോനെ, നീ വേഗം തിരിച്ചു വരണേ. നീ വന്നിട്ട് വേണം നമുക്ക് സ്വർണം കൊണ്ടുപോയി ബാങ്കിൽ വെക്കാൻ. മാറ്റി നോക്കാൻ ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളെയും കൊണ്ട് പോയിട്ട് വേണം സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തി ലോക്കറി വെക്കാൻ. ശരി ചേച്ചി. എന്റെ സ്വർണ്ണമൊന്നും ലോക്കറി വെക്കണ്ട. അത് ഞങ്ങള് തീരുമാനിച്ചോളാം. എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലേ നിങ്ങൾക്ക്? ഒട്ടും വിശ്വാസമില്ല. ഇനി ഒട്ടും ഉണ്ടാവാനും പോകുന്നില്ല. ഉണ്ടായിരുന്ന വിശ്വാസം മുഴുവനും കളഞ്ഞൊളിച്ചത് ആരാ? നീ തന്നെയല്ലേ? ഇനി അത് തിരിച്ചു കിട്ടുന്നു പ്രതീക്ഷിക്കുകയും വേണ്ട. എന്റെ സ്വർണം ഞാൻ സൂക്ഷിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അത് വേണ്ട. നിനക്കേ സ്വർണം സൂക്ഷിക്കാനുള്ള കഴിവില്ല. ഒരു പവന്റെ വില എത്രയാണെന്ന് നിനക്കറിയാം? തോന്നുന്ന പോലെ അതൊക്കെ എടുത്ത് ആർക്കെങ്കിലും കൊടുത്താലേ അവസാനം കണക്ക് പറയേണ്ടി വരുന്നതേ ഞങ്ങളായിരിക്കും. മനസ്സിലായില്ലേ ചേച്ചി പറഞ്ഞതിന്റെ അർത്ഥം? നമുക്കിടയിൽ ഡിവോഴ്സ് നടക്കുമല്ലോ. ആ സമയത്ത് സ്വർണങ്ങളൊക്കെ നിനക്ക് തിരിച്ചു തരേണ്ടിയും വരും. നീ തന്നെ എടുത്ത് വിറ്റിട്ട് അത് ഞങ്ങൾ ചെയ്തതാണെന്ന് പറഞ്ഞാ ഞങ്ങൾ കുടുങ്ങിയില്ലേ? അതുകൊണ്ടാണ് സ്വർണം ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഇരിക്കണമെന്ന് പറഞ്ഞത്. ശരി, സ്വർണം ലോക്കറി വെച്ചോ. അതിനെന്തിനാ മാറ്റി നോക്കുന്നേ? നോക്കണം, മാറ്റി നോക്കണം. ഏത് സ്വർണ്ണമാണെന്ന് അറിയണമല്ലോ. 24 ക്യാരറ്റ് ആണോ, 22 ക്യാരറ്റ് ആണോ, അതോ ഇനി 18 ക്യാരറ്റ് ആണോന്ന്? എത്ര പവനുണ്ടെന്നൊക്കെ അറിയണ്ടേ? എല്ലാം അറിഞ്ഞിരിക്കണം. ഇതൊരു ഹരാസ്മെന്റ്. എന്റെ ആഭരണത്തിന്റെ കാര്യത്തിൽ പോലും എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലാന്ന് പറയുന്നത് കഷ്ടം. ഇത് ഹരാസ്മെന്റോ സ്വാതന്ത്ര്യമില്ലായ്മയോ ഒന്നുമല്ല. കഴിവില്ലാത്ത ഒരാളെ നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ്. നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞങ്ങളത് ചെയ്യും. നിനക്ക് എതിർക്കാൻ പറ്റുമെങ്കിൽ നീ എതിർത്ത് നോക്ക്. അപ്പോ അറിയാം ആര് പറയുന്നതാണ് ശരിയെന്ന്. മക്കളെ, നീ പോവാൻ നോക്ക്. ഇവള് പറയുന്നൊന്നും കണക്കിലെടുക്കണ്ടേ.
ഞാൻ ആ ജോലിക്ക് കയറാൻ തീരുമാനിച്ചു വെച്ച മറ്റാരോടും എനിക്കൊന്നും പറയാനില്ല. പക്ഷെ അച്ഛനെല്ലാം അറിയണം. മനസ്സുണ്ടെങ്കിലും എന്നെ അനുഗ്രഹിക്കണം. എന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന അച്ഛൻ ഇങ്ങനൊരവസ്ഥ വന്നതിൽ നല്ല സങ്കടമുണ്ട് എനിക്ക്. അല്ലായിരുന്നെങ്കിൽ എങ്ങനെയൊക്കെ എനിക്ക് ജോലി കിട്ടിയ സന്തോഷം അച്ഛൻ പ്രകടിപ്പിക്കുമായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സുധിയേട്ടന്റെ ദാനോടച്ച ഈ ജോലി, ആ ഓർമ്മ, ആ നന്ദി, ആ ഉത്തരവാദിത്വം അതെപ്പോഴും എനിക്കുണ്ടായിരിക്കും. അച്ഛൻ കരയുമ്പോ ജയിക്കുന്നത് അച്ഛൻ ഇങ്ങനെ ആക്കാൻ ശ്രമിച്ചവരാ. വാശിയോടെ തിരിച്ചു വരണം വെച്ച അച്ഛൻ പഴയതുപോലെ ആവണം. അച്ഛനത് സാധിക്കും. ആ ഒരു ദിവസത്തിന് വേണ്ടി അച്ഛ ഞാനിനി കാത്തിരിക്കുന്നത്.